നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഒറ്റ തവണ കണ്ടാ മതി. സത്യമോള് നല്ലോണം ഭക്ഷണം കഴിച്ചു പറഞ്ഞാ അച്ഛൻ കമ്പനിയില് ലീവ് ചോദിക്കും. ലീവ് കിട്ടിക്കഴിഞ്ഞാ അച്ഛൻ ഉടനെ തന്നെ സത്യമോളെ കാണാനും വരും. വാക്കാണോ? വാക്ക്. എന്നാ ഞാൻ ഭക്ഷണം കഴിക്കാം. അച്ഛനെ കാണണമെന്നുള്ള ആഗ്രഹം എങ്ങനെയോ ഉണ്ടായി. ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോ ഡോക്ടർ പറഞ്ഞതും സത്യയുടെ അസുഖം മാറണമെങ്കിൽ സത്യയുടെ അച്ഛൻ വരണമെന്നാ. ഇനി ഇതിങ്ങനെ ഒരു എത്തും പിടിയില്ലാതെ പോയിട്ട് കാര്യമില്ല. കാര്യങ്ങൾ അറിയാതെ കുട്ടികളും വയ്യാതെയാവും. ഞാനിപ്പോ തന്നെ സത്യ കാണാൻ പോവാ. ഹോസ്പിറ്റലാണെങ്കിൽ ഹോസ്പിറ്റൽ, അതല്ല വീട്ടിലാണെങ്കിൽ വീട്ടില്. സത്യമോളെ എന്നെ കൊണ്ട് കഴിയാവുന്ന അത്ര ആശ്വസിപ്പിച്ചിട്ട് ഞാൻ തിരിച്ചു വരൂ. വിഷ്ണുട്ടാ, സത്യയെ ആശ്വസിപ്പിക്കാനാണെങ്കിലും വിഷ്ണുവേട്ടൻ പറയട്ടെ സത്യയുടെ അച്ഛനാണെന്ന്. അങ്ങനെയെങ്കിലും ആ കുരുന്ന മനസ്സിന്റെ സങ്കടം ഒന്ന് മാറട്ടെ. വിഷ്ണുച്ചാ, എങ്ങോട്ടാ പോന്നേ? ഇപ്പൊ വരാം മോളെ. മൊബൈൽ അതിന് പറ്റിയ ആപ്പൊക്കെ ഉണ്ട്. അതിപ്പോ ആരുടെ ഫോണിൽ നിന്ന് ആരെ വേണമെങ്കിലും ആരുടെ ശബ്ദത്തിൽ വേണമെങ്കിൽ വിളിക്കാം. ആരെ വേണമെങ്കിലും വിളിച്ച് പറ്റിക്കാം. ഇനിയിപ്പോ ബബ്ബൂട്ടിയുടെ ശബ്ദത്തിൽ വിളിക്കണോ? അത് പറ്റും. എടി, നമ്മുടെ ശബ്ദം മമ്മൂട്ടി ചേട്ടന്റെ ശബ്ദമായിട്ടായിരിക്കും മറുവശത്തുള്ളവർക്ക് കേൾക്കുക. ആദ്യം ആ ആപ്പ് ഒന്ന് സെർച്ച് ചെയ്യാം. ആ, കിട്ടി. ഇനി ഇത് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ഇനി സത്യയെ വിളിക്കാം. അതിനു മുമ്പ് സൗണ്ട് ഒന്ന് സെലക്ട് ചെയ്യണം. സത്യക്ക് ഇഷ്ടമുള്ള ബിഗ് ഫ്രണ്ടിന്റെ സൗണ്ട് തന്നെ ഉപയോഗിക്കാം. ഇനി സത്യയെ വിളിക്കാം. ഹലോ, ഇതാരാ? ആരാ വിളിക്കുന്നേന്നാ ഈ ചോദിച്ചത്? എന്താ വേണ്ടത്? എനിക്കെന്റെ മോളെ വേണം. മോളെ, എനിക്ക് മനസ്സിലായില്ല. സത്യമോളെ, നിന്റെ അച്ഛനായി വിളിക്കുന്നേ. അച്ഛനോ? എന്താ, വിശ്വാസമായില്ലേ? സത്യമായിട്ട് ഇല്ല. എന്നാ വിശ്വസിച്ചോ? ഞാൻ തന്നെയാ മോളുടെ അച്ഛൻ. എന്നിട്ടെന്താ സത്യമോളെ കാണാൻ ഇത്രയും നാളായിട്ട് വരാത്തത്? ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ? ജോലി തിരക്കായിരുന്നു മോളെ. അച്ഛന്റെ സൗണ്ട് എങ്കിലും ഒന്ന് കേൾക്കാൻ പറ്റിയല്ലോ. അച്ഛന്റെ സൗണ്ടും എന്റെ ബിഗ് ഫ്രണ്ടിന്റെ സൗണ്ടും ഒരേപോലെയാ. ബിഗ് ഫ്രണ്ട് സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നത്. അതേതാ ഈ ബിഗ് ഫ്രണ്ട്? ഞങ്ങളുടെ സ്വന്താ. അച്ഛൻ ചിലപ്പോ കണ്ടിട്ടുണ്ടാവും. അമ്മ എന്നെ വിളിച്ചിരുന്നു. മോള് ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല എന്ന് പറഞ്ഞല്ലോ. അച്ഛനെ കാണാൻ വേണ്ടിട്ടല്ലേ ഞാൻ ഭക്ഷണം ഒന്നും കഴിക്കാതിരുന്നത്. അച്ഛൻ എന്നാ വരുന്നേ? ഉടനെ വരും. സത്യം? സത്യം. അതുവരെ അമ്മയെ സങ്കടപ്പെടുത്തരുത്. അമ്മ പറയുന്നതൊക്കെ കേൾക്കണം. നല്ല കുട്ടിയായിട്ട് നിക്കണം. അതൊക്കെ നിക്കാം. പക്ഷേ അച്ഛനെ എനിക്കൊന്ന് കാണണം. ഒറ്റ തവണ കണ്ടാ മതി. സത്യമോള് നല്ലോണം ഭക്ഷണം കഴിച്ചു പറഞ്ഞാ അച്ഛൻ കമ്പനിയില് ലീവ് ചോദിക്കും. ലീവ് കിട്ടിക്കഴിഞ്ഞാ അച്ഛൻ ഉടനെ തന്നെ സത്യമോളെ കാണാനും വരും. വാക്കാണോ? വാക്ക്. എന്നാ ഞാൻ ഭക്ഷണം കഴിക്കാം. അമ്മ പറയുന്നെല്ലാം ഞാൻ കേൾക്കുകയും ചെയ്യാം. മിടുക്കി. എന്നാ അച്ഛനൊരു ഉമ്മ തന്നേ. ഉമ്മ? എന്നാ അച്ഛന്റെ ഉമ്മയും പിടിച്ചോ. ഉമ്മ. ഈശ്വര,
അപ്പൊ എന്റെ അച്ഛൻ വരും. സത്യ പട്ടിണി കിടക്കുന്നവന്റെ സങ്കടം വന്നിട്ടാ ഞാൻ ഇങ്ങനെയൊക്കെ കാണിച്ചത്. എന്നോട് ക്ഷമിക്കണേ കണ്ണാ. ആ, സത്യം എഴുന്നേറ്റോ മോളെ? എഴുന്നേറ്റെന്ന് തോന്നുന്നു. ഞാൻ പക്ഷെ അങ്ങോട്ട് പോയില്ല. ചെന്ന അവള് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും മറുപടി കൊടുക്കാൻ പറ്റില്ലല്ലോ. പറ്റില്ല. ഞാനും നീയും വളർന്ന ചുറ്റുപാടിലല്ല സത്യമോള് വളരുന്നത്. നമ്മൾ സഹിച്ചും ക്ഷമിച്ചും വളർന്നതുപോലെ നമ്മുടെ മക്കളും വളരുമെന്ന് നമ്മൾ കരുതരുത്. അവർക്ക് അവരുടേതായ ഒരു ലോകമുണ്ട്. അവിടെ നമുക്കൊരു സ്ഥാനവുമില്ല. വാശി കൊണ്ട് അവരെ നേടാവുന്നതെല്ലാം നേടും. വാശിയൊക്കെ കാണിക്കട്ടെ, പക്ഷെ അവൾക്ക് എന്തെങ്കിലും ഒന്ന് കഴിച്ചാലെന്താ? ഇങ്ങനെ വിശപ്പ് സഹിച്ചിരുന്ന ചിലപ്പോ അവൾക്ക് കുഴപ്പമില്ലായിരിക്കും. പക്ഷെ ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന നമ്മുടെ അവസ്ഥ എന്താ അവള് മനസ്സിലാക്കാത്ത? വാശിയുടെ കാര്യത്തിൽ നീയും മോശമൊന്നും അല്ലായിരുന്നു. പക്ഷെ ഇതുപോലെ അച്ഛനെ കാണണമെന്നും പറഞ്ഞ് വാശി പിടിക്കില്ലായിരുന്നു. കാരണം എന്താ? അച്ഛനെ പേടിയായിരുന്നല്ലോ നിങ്ങൾക്കൊക്കെ. അന്നും ഇന്നും സ്വന്തം കാര്യങ്ങൾക്ക് മാത്രം വേണ്ടിയാ അച്ഛൻ ജീവിക്കുന്നത്. കണ്ടില്ലേ, ഒരു പോക്ക് പോയിട്ട് ഈ വഴിക്ക് കാണാനേ ഇല്ല. ഇനി ഏതെങ്കിലും സുപ്രഭാതത്തിൽ തിരിച്ചു വരും. പട്ടിണി കിടന്ന് നട്ടം തിരിഞ്ഞൊരു കോലമായിട്ടുണ്ടാവും. പിന്നെയും കുറച്ച് നാൾ കടിച്ചു പിടിച്ച് ഇവിടെ നിൽക്കും. പിന്നെ നേരെ നിൽക്കാന്നാവുമ്പോ ഒരൊറ്റ പോക്ക് പോവും. ഇപ്പോ എവിടെയുണ്ടെന്ന് വല്ല ഐഡിയ ഉണ്ടോ? അതൊന്നും കൃത്യമായിട്ട് പറയില്ലല്ലോ. കാശിന് എന്തെങ്കിലും ആവശ്യം വരുമ്പോ ആരെങ്കിലും കൊണ്ട് വിളിപ്പിക്കും. ഒരു ജീവിതം. മക്കളെ കുറിച്ചുള്ള ചിന്ത അന്നുമില്ല ഇന്നുമില്ല. മക്കളെ കാണണമെന്നുമില്ല, അച്ഛനെ കാണണമെന്ന് മക്കൾക്കുമില്ല. പക്ഷെ സത്യയുടെ കാര്യത്തിൽ അങ്ങനെയല്ല മോളെ. അച്ഛന്റെ സ്ഥാനം അവളുടെ മനസ്സിൽ വല്ലാതെ വേരോർച്ചു കഴിഞ്ഞു. ആ തണലിലും ആ കരുതലിലും ജീവിക്കാൻ ആ കുഞ്ഞു മനസ്സ് ആഗ്രഹിക്കുന്നുണ്ട്. അതിനൊരു സാഹചര്യം, വഴി, അത് നമ്മൾ ഉണ്ടാക്കിയില്ലെങ്കിൽ സത്യയുടെ പ്രതികരണം ഏത് രീതിയിലായിരിക്കുമെന്ന് പറയാൻ പറ്റില്ല. അമ്മേ, കഴിക്കാൻ എന്താന്ന് വെച്ചാ എടുത്തോട്ടോ, നല്ല വിശപ്പുണ്ട്. എന്താ ഇങ്ങനെ നോക്കുന്നേ? കഴിക്കാൻ താന്നേ. എടി, നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? അതിനെന്തെങ്കിലും എടുത്ത് കൊടുക്ക്. കൊടുക്കാം. അമ്മ ഇപ്പൊ എടുത്തോണ്ട് വരാം മോളെ. ഞാൻ കൈ കഴുകിട്ട് വരാവേ. ഈശ്വര, നീ എന്റെ പ്രാർത്ഥന കേട്ടു. എന്റെ കുഞ്ഞിന്റെ മുഖത്തൊരു തെളിച്ചം വന്നല്ലോ. സന്തോഷം കാണുന്നുണ്ട്. എനിക്കത് മതി, അത് മാത്രം മതി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.